ഹലോ എവറി വൺ നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി സെൻസെക്സ് മിഡ് ക്യാപ് നിഫ്റ്റി അനാലിസിസ് ചെയ്യും. അനാലിസിസ് മണ്ടേത്തിക്കുള്ള അനാലിസിസ് ആണ്. ഇവിടെ ഷെയർ ചെയ്യുന്ന ലെവൽസ് എല്ലാ ലേണിംഗ് പർപ്പസ് ലെവലാണ്. ലേൺ ചെയ്യുക ഏൺ ചെയ്യുന്നതാണ് നമ്മുടെ സ്ട്രാറ്റജി. നിഫ്റ്റി അനാലിസിസ് അടക്കം എലിറ്റ് ബേസ്ഡ് തിയറിയിലാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാറുള്ളൂ. ഇന്ന് വീഡിയോ ചിലപ്പോൾ ലോങ് ആവാം. ഐം സോ സോറി. കാരണം വെച്ചാൽ വീക്കെൻഡാണ്. ഓൾവേസ് വീക്കെൻഡിൽ നമ്മളിവിടെ ലേണിംഗ് ഡിസ്കഷൻ ചെയ്യാറുണ്ട്. ലേണിംഗ് ബേസ്ഡ് എന്തൊക്കെ ഡിസ്കഷൻ നമ്മൾ ചെയ്യും. എലിറ്റ് തിയറി ബേസ്ഡ് ആണ്. സോ കുറച്ച് നമ്മുടെ റെഗുലർ സബ്സ്ക്രൈബേഴ്സ് വ്യൂവേഴ്സ് ഉണ്ട്, അവർ എക്സ്പെക്ട് ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, വീക്കെൻഡിൽ നമ്മൾ ലേൺ ചെയ്യണം, മസ്റ്റായിട്ട് ലേൺ ചെയ്യണം എന്താണ് എലിറ്റ് തിയറി. സോ ഫസ്റ്റ് നമ്മുടെ നിഫ്റ്റി ചാർട്ടിൽ തന്നെ കിടക്കാം. ഇവിടെ നിന്ന് പിന്നെ നമുക്ക് എന്താ വെച്ചാൽ ലേണിങ്ങിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് ലേണിംഗ്? വീഡിയോ ലോങ് ആയിരിക്കും. പഠിക്കാൻ താല്പര്യമില്ലെങ്കിൽ സ്കിപ്പ് ചെയ്താൽ മതി. ഒരു പോർഷൻ സ്കിപ്പ് ചെയ്യുക, ബാക്കി നിങ്ങൾ വെച്ചാൽ കണ്ടാൽ മതി. ബട്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇന്നും പറയും നാളെയും പറയും, ലേണിംഗ് മസ്റ്റാണ്. എലിറ്റ് തിയറിയുടെ പാർട്സ് ഭയങ്കര മസ്റ്റാണ്. എന്ന് വെച്ചാൽ എലിറ്റ് തിയറിയുടെ ഡിഫറെൻറ്റ് പാർട്സ് ഉണ്ട്. ഡിഫറെൻറ്റ് നമ്മൾ ഇത് നോക്കുകയാണെങ്കിൽ പ്രൈസ് ആക്ഷൻ ബേസ്ഡ് ആയാലും നമ്മുടെ വേവ്സ് കൗണ്ടിങ് ആയാലും ഒക്കെ ഒത്തിരി വാല്യൂബിളാണ്. നമ്മൾ ഒന്നും മിസ് ചെയ്യാൻ പാടില്ല. നമ്മൾ മിസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പോർഷൻ ഭയങ്കര ടഫായിരിക്കും ഈ അപ്കമിങ് ടൈമിൽ. സോ മാർക്കറ്റിൻ്റെ ടഫസ്റ്റ് പാർട്ട് ഇനി വരാൻ പോവുക, ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ കാണുന്നുണ്ട് ടഫസ്റ്റ് പാർട്ട്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് ഡേ എന്തായിരുന്നു ഇവിടെ? ഫുൾ ഡേ ഇവിടെ ഇന്ന് നോക്കുകയാണെങ്കിൽ ഇന്നലെ എന്തായിരുന്നു മാർക്കറ്റ്? ഫുൾ സൈഡ് വേസ്. ബട്ട് നമുക്കത് റീഡ് ചെയ്യാൻ അറിയണം. ട്രേഡ് കിട്ടും, തട്ടിമുട്ടി ട്രേഡ് കിട്ടും. നമുക്ക് കിട്ടാറുണ്ട്. ഇപ്പോൾ എന്തെങ്കിലും എത്ര പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും കിട്ടും. നമ്മൾ എന്തെങ്കിലും ഒപ്പിക്കും എങ്ങനെയാണ് ചെറിയ ട്രേഡ്. ബട്ട് അറിഞ്ഞിരിക്കണം എങ്ങനെയാണ്, എന്താണ്, അപ്പോൾ എന്താ നടക്കുന്നത് അത് അറിഞ്ഞിരിക്കണം. ഇപ്പോൾ ഞാൻ ഇത് പറയാം, ഈ ഒരു സ്ട്രക്ചർ എന്താണ്. ഓക്കെ, ഇത് ലാസ്റ്റ് വീഡിയോ ഞാൻ എനിക്ക് പറയാനുള്ളത്, ലാസ്റ്റ് വീഡിയോ മസ്റ്റായിട്ട് കാണണം. ഞാൻ എന്താ പറഞ്ഞത്, ഇവിടെ മാർക്കറ്റിൻ്റെ ഈ ഒരു ലെവൽ, ഇവിടെ പ്രൈസ് ഈ ഒരു ഏരിയയിൽ പ്രൈസ് നമുക്ക് കാണാൻ പറ്റും. പ്രൈസ് 26,280 അടിക്കും. 26,280 റെസിസ്റ്റൻസ് ആണ് ഇവിടെ പ്രൈസ് വരണം. റീസൺ എന്തായിരുന്നു? പ്രൈസിൻ്റെ ഫുൾ ഈ ഒരു സ്ട്രക്ചറുടെ പ്രൈസ് വന്നേക്കുന്ന ഈ ഫോൾ വന്നത് ABC സ്ട്രക്ചറാണ്. ഈ ഫോൾ വന്നേക്കുന്നത് ഇത് കേട്ടോ, 3 മൂവ്സിലാണ് ഫോൾ വന്നത്. ഇത് A, ഇത് B ബൗൺസ് ആൻഡ് C. എപ്പോഴും 3 മൂവ്സിൽ ഫോൾ വരുവാണെങ്കിൽ അത് ABC തന്നെയാണ്. മനസ്സിലാക്കണം, ABC തന്നെയാണ്. റീസൺ എന്താണ് ABCയുടെ അർത്ഥം? റൈറ്റ്, ABC എന്ന് പറഞ്ഞാൽ കറക്ഷൻസ്. ദാറ്റ് മീൻസ് അത് കറക്റ്റഡ് ആണ്. ഈ ഫുൾ റാലിയുടെ ഒരു കറക്ഷനാണ് താഴേക്ക് വന്നത്. ഓക്കെ, പിന്നെ ABC കഴിഞ്ഞാൽ തിരിച്ച് റിവേഴ്സൽ എടുക്കുമ്പോൾ പ്രൈസ് പിന്നെ പോകുന്നത് ബിയിലേക്ക് തന്നെ. ദാറ്റ് മീൻസ് ചാൻസസ് കുറവാണ് ഈ ഒരു ഹൈ ക്രോസ് ചെയ്യാനുള്ളത്. ഓക്കെ, പിന്നെ ഈ ഏത് വന്ന ഫോൾ, ഈ ഫോൾ ഉണ്ടല്ലോ, ഇതിനേക്കാളും മോസ്റ്റ്ലി 1.5 ടൈം, 2 ടൈംസ്, 3 ടൈംസ് വരെ പോകാം. 1.5 2 ടൈംസ് ആണ് യൂഷ്വലി പറയുന്നത്. ഇതിനേക്കാളും ഡബിൾ ടൈം, 1.5 ടൈമോ 2 ടൈംസ് എടുക്കും ഈ ഒരു ബി. ഏത്? ABC കഴിഞ്ഞാൽ ഈ ഒരു ABC, സ്മോൾ ABC എന്ന് പറയാം. ഞാൻ കാണിച്ചാൽ സ്മോൾ ABC, ദാറ്റ് മീൻസ് മില്ലിയനിയം, അങ്ങനെ എന്തെങ്കിലും ആക്കി എടുക്കാമായിരുന്നു. സോറി, ഇത് ഞാൻ മൈനറ്റ് എന്തെങ്കിലും ആക്കി, അങ്ങനെ ആക്കി എടുക്കാം നമുക്ക്. ഓക്കെ, സോ ഇതാണ് ABCയുടെ. ഓക്കെ, ABCയുടെ ഇത് ഒരു ABC കൂട്ടിക്കഴിഞ്ഞാൽ A ആയി. ദെൻ വരുന്ന ഒരു ബൗൺസ് വരുന്നത് അത് B ആയിരിക്കും. ABC സ്ട്രക്ചർ എപ്പോഴും പറയാനുണ്ട് ഞാൻ, നിങ്ങൾ അത് പഠിക്കുക, മസ്റ്റായിട്ട് പഠിക്കുക. അത് എൻ്റെ ചാനലിൽ ഓൾറെഡി ഞാൻ കൊടുത്തിട്ടുണ്ട് ABCയുടെ വീഡിയോസ്. ABC സ്ട്രക്ചർ എന്താണ് അതൊക്കെ എല്ലാം എൻ്റെ ചാനലിനകത്ത് കാണും. സോ അത് മസ്റ്റായിട്ട് എല്ലാവരും കൂടി പഠിക്കുക കേട്ടോ. എൻ്റെ ചാനലിൽ, ഈ ഒരു ചാനൽ, ഇതിൻ്റെ പ്ലേലിസ്റ്റിൽ അവിടെ ABC കറക്ഷൻ്റെ ഫുൾ വീഡിയോ ഉണ്ട്. അല്ലെങ്കിൽ ഈ വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിൽ ആ വീഡിയോ ഞാൻ പിൻ ചെയ്തേക്കാം. മസ്റ്റായിട്ട് കാണണം. ഇമ്പൾസ് പഠിച്ചില്ലെങ്കിൽ ഇത് പഠിച്ചേക്കണം. ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ നോർമലി 1 2 3 4 5 അത് പഠിച്ചില്ലെങ്കിൽ കറക്ഷൻസ് പഠിച്ചിരിക്കണം. പക്ഷേ കറക്ഷൻ ഭയങ്കര ടഫാണ്. ഇമ്പൾസ് ഈസിയാണ്. സോ ഇമ്പൾസ് എപ്പോഴും മാർക്കറ്റിൽ കുറവായിരിക്കും. കറക്ഷൻ 60 to 70% ആയിരിക്കും. ഇമ്പൾസ് 30 to 40% മാർക്കറ്റിലേക്ക് കിട്ടുകയുള്ളൂ. അതാണ് മാർക്കറ്റ് എപ്പോഴും മോസ്റ്റ്ലി നിങ്ങൾ കണ്ടിരിക്കുന്ന സൈഡ് വേസ് ആയിരിക്കും. സൈഡ് വേസ് എന്ന് പറഞ്ഞാൽ കറക്ഷനാണ്, ABC ആണ്. ഓക്കെ, ഞാൻ എപ്പോഴും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ ഇതിൻ്റെ ABC കറക്ഷൻ്റെ.
സോ എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ മാക്സിമം ട്രൈ ചെയ്യാറുണ്ട്. ബട്ട് ഇതിനകത്ത് ഒത്തിരി ന്യൂ സബ്സ്ക്രൈബേഴ്സ് കയറിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് അപ്പോൾ എനിക്ക് ഒരു കൺഫ്യൂഷൻ മീൻസ് എന്താ ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്യണോ? ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്താൽ പിന്നെ അവർക്ക് ഇതും അതും ഒന്നും ഇല്ലാണ്ടായി പോകും. സോ പ്ലീസ് എല്ലാവരും ഇമ്പൾസ് പഠിക്കുക ആദ്യം, പിന്നെ ABC കറക്ഷൻ പഠിക്കുക. ഇമ്പൾസിൻ്റെ വീഡിയോ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്, കാണുന്ന അത് മസ്റ്റായിട്ട്. ഫുൾ എക്സ്പ്ലനേഷൻ വീഡിയോ അപ്കമിങ് ടൈമിൽ കിട്ടും, ഓരോരോ വേവ് 1, വേവ് 2, വേവ് 3, വേവ് 4. ബട്ട് ബേസിക് ആദ്യം പഠിക്കണം. കാരണം വെച്ചാൽ ബേസിക് ശരിക്കും എന്ന് പറഞ്ഞാൽ ഒത്തിരി പേർക്ക് അറിയത്തില്ല ഇലിയറ്റ് വീവ് തിയറി എന്താണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ബേസിക്കാണ് ഷെയർ ചെയ്യാറുണ്ട് കേൾക്കുന്നത്. സോ സമയങ്ങളെല്ലാം വേഗം നമുക്ക് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് സ്മോൾ ABC കഴിഞ്ഞ ബിഗർ AI മീൻസ് ഒരു മേജർ AI ആൻഡ് ദെൻ പിന്നെ ഇവിടുന്ന് ബൗൺസ് വന്നേക്കുന്നത് അത് B ആയി. ബിയുടെ ഞാൻ റൂൾ പറഞ്ഞു, ബി എപ്പോഴും എനേക്കാളും ഈ മേജർ എനേക്കാളും 1.5 ടൈം സെയിം ഉണ്ടാവാൻ ചാൻസസ് റെയർ ആണ്. 1.5 ടൈം, 2 ടൈംസ്, 3 ടൈംസ് വരെ പോകാം. നോർമലി 1.5 and 2 ടൈംസ്. ദാറ്റ് മീൻസ് ഇതിനേക്കാളും ഇത്ര ടൈംസ് കൂടുതൽ. അത് കണ്ടാൽ നമുക്കറിയാം. ക്യാൻഡിൽസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് സ്ലോ ആണ്, പ്രൈസ് സ്ലോ പോകുക. ദാറ്റ് മീൻസ് നമുക്ക് അറിയാൻ പറ്റും ഇങ്ങനെയാണ് പ്രൈസ് പോകുന്നത്. സോ ഈ ബിയുടെ ബൗൺസ് ഞാൻ യെസ്റ്റർഡേ വീഡിയോയിൽ എങ്ങനെ ഞാൻ ഷെയർ ചെയ്തത് ഈ ഫുൾ ലെഗിന് താഴെ വരെ ഞാൻ ഇത് ഇട്ടു. നോക്കിയപ്പോൾ 61.80% ആൻഡ് 81.20% മാക്സിമമേ പോവാറുള്ളൂ. ടൈം ടേക്കിംഗ് ആണെങ്കിൽ ദാറ്റ് മീൻസ് പ്രൈസ് സ്ലോ മുകളിലേക്ക് പോവുകയാണെങ്കിൽ അത്രേ നമുക്ക് ഉറപ്പിക്കാം. രാജ്യക്ക് 2-3 പേർക്ക് അത് അറിയായിരുന്നു. ഞാൻ നമ്മുടെ പേഴ്സണലി നമ്മുടെ പേഴ്സണൽ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ അറിയാം. അവരോട് ഞാൻ പറഞ്ഞായിരുന്നു 26,280 ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. എങ്ങനെയും സ്ലോ മൂവാണ്. ഞാനിവിടെ ഇൻറ്റേർണൽ മൂവ്സ് കൗണ്ട് ചെയ്തിരിക്കുകയായിരുന്നു. ഇവിടെ ഈ ഇൻറ്റർണൽ മൂവ്സ്. സോ ഇൻറ്റർണൽ മൂവ്സ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദാറ്റ് മീൻസ് എനി ഹൗ പ്രൈസ് മുകളിലേക്ക് പോകണം. മുകളിലേക്ക് പോകണമെങ്കിൽ 61.80% ഓൾറെഡി ടച്ച് ചെയ്തിട്ടുണ്ട്. സോ 81.20 ഞാൻ നമുക്ക് നെക്സ്റ്റ് ലെവൽ അത് തന്നെയാണ്. മാർക്കറ്റ് എലിയറ്റ് വ്യൂ തിയറി ബേസ്ഡ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ, എലിയറ്റ് വ്യൂ തിയറി നമ്മൾ പ്രോപ്പർലി യൂസ് ചെയ്യണമെങ്കിൽ, പ്രോപ്പർലി ഫിബൊനാച്ചി, പ്രോപ്പർലി എക്സ്റ്റെൻഡ് ഫിബൊനാച്ചി യൂസ് ചെയ്യണമെങ്കിൽ അത് പിൻ പോയിൻ്റ് അടിച്ചിരിക്കും. ഞാൻ അങ്ങനെ കണ്ടേക്കിനാണ്. സംടൈംസ് ചിലപ്പോൾ മേ ബി അങ്ങനെ ആവാം, മാർക്കറ്റ് വോളറ്റൈലാണെങ്കിൽ. ബട്ട് സൈഡ് വേസ് മാർക്കറ്റിൽ ഞാൻ നല്ലൊരു പിൻ പോയിൻ്റ് അങ്ങനെ കണ്ടേക്കിനാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട്, എൻ്റെ ചാനലിൽ പഠിക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ വേറെ ചാനലിൽ പഠിക്കുക. എലിയറ്റ് വ്യൂസ് ഒരു മസ്റ്റായിട്ട് പഠിക്കാം. എവിടെ നിന്ന് വേണമെങ്കിൽ പഠിച്ചോളൂ. ബുക്സ്, യൂട്യൂബ്, ഗൂഗിൾ ഓർ വേറെ പല ചാനൽസ് ഉണ്ട്, അതൊന്ന് പഠിച്ചോളൂ. റിസൾട്ട് കിട്ടും, തീർച്ചയായിട്ടും കിട്ടും. സോ അതാണ് ബിയുടെ ബൗൺസ്. അതാണ് എക്സ്പെക്ട് ചെയ്തത്. ബിയുടെ ബൗൺസ് ഇങ്ങനെ 81.20%. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താണ്? അതാണല്ലോ എല്ലാവർക്കും ഇനി അറിയാനുള്ളത്. നെക്സ്റ്റ് എന്താണ്? ഈ ഒരു ലെവൽ ഞാൻ ഡിലീറ്റ് ചെയ്ത് 61.20%. ബാക്കി ലെവൽസ് അതേപോലെ തന്നെ ഇരിക്കണം. ഇനി സി കംപ്ലീറ്റ് ആയോ ഓർ ഇല്ലാന്ന്, അതാണ് നമുക്ക് നോക്കാനുള്ളത്. എനിക്ക് പറയാനുള്ളത് എപ്പോഴും സിയുടെ ഫ്രം ഈ സീറോ ഉണ്ടല്ലോ, മെയിൻ സീറോ ടു എ ആൻഡ് ബി വരെ എക്സ്റ്റെൻഡഡ് ഫിബൊനാച്ചി വയ്ക്കുക. ഓക്കെ, ഈ സ്മോൾ ABC ഞാൻ ഡിലീറ്റ് ചെയ്യുന്നത് കുറേ കച്ചറായി കിടക്കണേ. യെസ്, ഓക്കെ. ഇനി ഇതാണ് നമ്മുടെ കയ്യിൽ ABC, മേജർ ABC 15 minutes ടൈം ഫ്രെയിം ഉണ്ട്. മറ്റേത് സ്മോൾ ടൈം ഫ്രെയിം ഉണ്ട്. ഓക്കെ, സോ ഈ ABC നമ്മൾ നോക്കുകയാണെങ്കിൽ എപ്പോഴും ABC നോക്കേണ്ടത് എക്സ്റ്റെൻഡഡ് ഫിബൊനാച്ചി വെച്ചിട്ടാണ്. ഈ എക്സ്റ്റെൻഡഡ് ഫിബൊനാച്ചി വെച്ചുള്ള അത് വെച്ചിട്ടാണ് നമ്മൾ എപ്പോഴും നോക്കാറുണ്ട്. ഓക്കെ, അങ്ങനെ നോക്കുമ്പോൾ പ്രോപ്പർലി 0 and A ഇപ്പോൾ ഞാൻ വെച്ച് കാണിച്ചു അതേപോലെ തന്നെ വെക്കണം. ആൻഡ് നോക്കുവാണെങ്കിൽ പ്രൈസ് ഇപ്പോൾ സസ്റ്റെയിൻ ചെയ്യുന്നത് 50%ലാണ്. ബട്ട് മിനിമം റേഷ്യോ 61.80% ആണ്. സോ മാർക്കറ്റ് മോസ്റ്റ്ലി ചാൻസസ് ഉണ്ട് മൺഡേ ഗ്യാപ് ഡൗൺ ഓർ ചെറിയ ഡിപ്പ്, അല്ലെങ്കിൽ ഫെർദർ ഫോൾ. ഡയറക്റ്റ്ലി മുകളിൽ പോകാനുള്ള ചാൻസ് റെയർ ആണ്. ഓക്കെ, സോ ഞാൻ ഷെയർ ചെയ്യുന്ന ഫസ്റ്റ് ഒരു ലെവലാണ് നമ്മൾ 61.80% ഇതാണ്. ഓക്കെ, സോ 26,180 ഈ ഏരിയ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ 15 minutes ടൈം ഫ്രെയിമിൽ, സോ ദാറ്റ് മീൻസ് പ്രൈസ് മിനിമം റേഷ്യോ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് മിനിമം റേഷ്യോ ഏതാണ്? 61.80% ഇതാണ്. ഓക്കെ, അവിടെ വരെ വരണം. അവിടെ നിന്ന് ബുള്ളിഷ് കാൻഡിൽസ്റ്റിക് പാറ്റേൺ കാൻഡിൽസ്റ്റിക് പാറ്റേൺ ഫോം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫെർദർ പിന്നെ മുകളിലേക്ക് പ്ലേ ചെയ്യാം. ഓക്കെ, ഓവറോൾ ബുള്ളിഷ്നെസ് എപ്പോൾ വരും? ഓവറോൾ ബുള്ളിഷ്നെസ് ഈ ബിയുടെ ഹൈയില്ലേ, ഈ 0 to ബിയുടെ ട്രെൻഡ് ലൈൻ വെച്ചിട്ടുണ്ടോ? ഞാൻ 0 to ബിയുടെ ട്രെൻഡ് ലൈൻ ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ച് 61.80% വരണം. ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ച് മുകളിലേക്ക് വരുവാണെങ്കിൽ ദെൻ ബ്ലാക്ക് ലൈൻ ക്രോസ് ചെയ്യുകയാണെങ്കിൽ entered in a bullish territory. ഓക്കെ, 15 minutes ടൈം ഫ്രെയിമിൻ്റെ ബുള്ളിഷിലേക്ക് എൻറ്റേർഡ് ആവും. ഇവിടുന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറുവാണെങ്കിൽ മേ ബി അത് ബൗൺസ് ആവാം. എവിടെ 61.80%. ബട്ട്
ബുള്ളിഷ് ഓവറോൾ ബുള്ളിഷ് എവിടുന്നാണ് പ്രോപ്പർലി 61.80 ടച്ച് ചെയ്യണം, റിവേഴ്സൽ എടുത്ത് പ്രൈസ് മുകളിലേക്ക് കയറണം, ആൻഡ് 0 to BD ട്രെൻഡ് ലൈൻ, ഈ ഒരു ബ്ലാക്ക് ട്രെൻഡ് ലൈൻ ഇത് ബ്രേക്ക് ചെയ്യണം. ഓക്കെ, ഇമ്പൾസ് ആണെങ്കിൽ ഫാസ്റ്റേ പോവുള്ളൂ, ഒത്തിരി ഫാസ്റ്റ് അല്ല, നോർമലി, ബട്ട് ഇത്രേ പോകില്ല. ഇത് കച്ചർ ഇത് കണ്ടല്ലോ, ഇവിടെ ഒരു ഭയങ്കരമായിട്ട് ഈ സൈഡ് ഇങ്ങനെ ഒന്നും പോകില്ല. ഇത് ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ ഫാസ്റ്റാണ്. ABC കറക്ഷൻ എന്ന് പറഞ്ഞാൽ സൈഡ് വേസ് ടു സ്ലോ മൂവ് ആണ്, സൈഡ് വേസ് ടു സ്ലോ എന്ന് പറയാം. ഓക്കെ, അതാണ് ഇവർ ഇത്രയ്ക്ക് സ്ലോ ആക്കിയിരിക്കുന്നത്. ഇത് കണ്ടോ, ഇവിടെ സ്ലോ ആക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഇൻറ്റേർണൽ മൂവ്സ് നിങ്ങൾ കൗണ്ട് ചെയ്യണമെങ്കിൽ ഞാനിപ്പോൾ ഇതിന് ഡിലീറ്റ് ചെയ്യണം കേട്ടോ, എക്സ്റ്റൻഡ് ഫിബൊനാച്ചി. സോ ഇനി ABC സ്ട്രക്ചർ, സിയുടെ അകത്ത് എത്ര മൂവ്സ് ഉണ്ടാവണം? 5 മൂവ്സ് ഉണ്ടാവണം, റൈറ്റ്? അത് ഇവിടെ കംപ്ലീറ്റ് ആക്കി വെച്ചവർ. അതാണ് ഞാൻ ശരിക്കും ഒത്തിരി കൺഫ്യൂസ് ചെയ്യാൻ എന്താ എത്ര പാട്ട്. ഞാൻ ഒത്തിരി ഇത് നോക്കിയപ്പോഴാണ് എനിക്കും പിടികിട്ടി. ഇത് 1, ഇത് 2, ഇവിടെ വരെ ഫുൾ 3, ഇവിടെ വരെ ഐ തിങ്ക് 3. ഓക്കെ, എക്സ്റ്റെൻഡിൽ ഇത് 4യുടെ ബൗൺസ് ആയി, ആൻഡ് ഇത് 5th സ്റ്റിൽ ഓൺ ഗോയിങ്. 5th നമ്മൾ നോക്കുകയാണെങ്കിൽ 1, 2, 3, 4 ആൻഡ് 5th ഓൺ ഗോയിങ് ആണ്. മോസ്റ്റ്ലി ചാൻസസിന് ഇവിടെ വരണം. 5th ഇവിടെ തന്നെ തീരുവാണെങ്കിൽ ഇവിടെ തന്നെ തീരുള്ളൂ, അല്ലെങ്കിൽ ഗ്യാപ്ഡൗണായിട്ട് ചിലപ്പോൾ മേ ബി ഫുള്ള് ഡീപ്പ് വരെ പോകാം. ഓക്കെ, അതാണ് സിയുടെ അകത്ത് 5 മൂവ്സ്, സിയുടെ അകത്തും 5 മൂവ്സ്, സ്മോൾ ടൈം ഫ്രെയിംഡ്. 15 മിനിറ്റ്സ് ടൈം ഫ്രെയിം സിംഗിൾ ആയിട്ട് തോന്നുള്ളൂ നിങ്ങൾക്ക്, ബട്ട് അത് ഇതിൻ്റെ സ്മോൾ ടൈം ഫ്രെയിമിൽ അങ്ങനെ ഉണ്ടാവും. പിന്നെ സിയുടെ ഫർദർ ലെവൽസ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യണമല്ലോ. മിനിമം റേഷ്യോ ആണ് 61.80%, ബട്ട് മാക്സിമം ഓർ ഫർദർ ലെവൽസും കൂടി ഷെയർ ചെയ്യണം നമുക്ക്. ഓക്കെ, സോ മിനിമം ലെവൽസ് ഇതായി. പിന്നെ 61.0%, 81.20% നല്ലൊരു ലെവൽ വരും. 81.20% അത് സപ്പോർട്ടാണ്. റീസൺ എന്താ? ഇവിടെ ചിലപ്പോൾ ഡബിൾ ബോട്ടം ഉണ്ടാക്കാനുള്ള ചാൻസസ് ഉണ്ടാവും ചിലപ്പോൾ. ഓക്കെ, ബട്ട് അത് ശ്രദ്ധിക്കുക, ബോട്ടം ഔട്ട് ആവാനാണെങ്കിൽ പ്രൈസ് എപ്പോഴും സ്മോളസ്റ്റ് ടൈം ഫ്രെയിം നിങ്ങളുടെ അതിൽ 1, 2, 3, 4, 5 ഇമ്പൾസീവ് മൂവിലേ പോവുള്ളൂ. സ്മോളസ്റ്റ് ടൈം ഫ്രെയിമിൽ 5 മൂവ്സിൽ പോവുകയാണെങ്കിൽ എനി ഹൗ ഇവിടെ ഒരു ബുൾസ് കയറിയിട്ടുണ്ട്. പിന്നെ ABC ആയിട്ട് താഴെ വരും സ്മോളസ്റ്റ് ടൈം ഫ്രെയിം, നിങ്ങളുടെ സ്മോളസ്റ്റ് ടൈം ഫ്രെയിമിനേതാണ് അതിലേക്ക്. പിന്നെ ഇപ്പം നിങ്ങളുടെ ചാൻസ് മിസ്സാവത്തില്ല, അതിൽ ചാൻസ് പിന്നെ മിസ്സാവാൻ ചാൻസ് ഇല്ല. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുക അയ്യോ എൻ്റെ കയ്യിൽ നിന്ന് റാലി പോയി, എങ്ങനെ പോകും? എനി ഹൗ 1, 2, 3, 4, 5 തന്നെ പോവുള്ളൂ സ്മോളസ്റ്റ് ടൈം ഫ്രെയിമിൽ. സോ റാലി മിസ്സാവാൻ ചാൻസ് ഇല്ല. ഓക്കെ, പിന്നെ 100% റേഷ്യോ ആണ്, 100% ഒരു റേഷ്യോ ആണ്. 127% ആൻഡ് 161 പിന്നെ 161.80% വരാറുള്ളൂ. അങ്ങനെയാണ് നമ്മൾ കണ്ടേക്കുന്നത്. ഇതിൻ്റെ 161.80% ഇതാണ്. ഓക്കെ, സോ ഇത്രയാണ് ഇതിൻ്റെ ഫർദർ ലെവൽസ് ഡൗൺ സൈഡ്. ഓക്കെ, ഈ ABC ഞാനിപ്പോൾ ഡിലീറ്റ് ചെയ്യുന്നു. ഒരു കാര്യം കൂടി ചെയ്യണം, ഈ ഒരു ലൈൻ ഇതെടുക്കുക, ക്ലോൺ എടുക്കുക, എന്ന് താഴെ ഇവിടെ കൂടി വെക്കണം. സോ സംടൈംസ് എന്ത് ചെയ്യും, രണ്ട് കൂടി ഒന്നിച്ച് ചിലപ്പോൾ സഡൻ ഗ്യാപ്പ് ഡൗൺ ആക്കി സപ്പോസ് വലിയ ഹ്യൂജ് ഗ്യാപ്പ് ഡൗൺ. സോ ഈ റേഷ്യോയിൽ ഇതിൻ്റെ സപ്പോർട്ട് കൂടി ഉണ്ടാവും, ഈ റേഷ്യോയുടെ സപ്പോർട്ട് കൂടി ഉണ്ട്. സോ രണ്ട് കൂടി ആകുമ്പോഴത്തേക്ക് പ്രൈസ് ചിലപ്പോൾ മുകളിലേക്ക് കയറാൻ തുടങ്ങും. സോ ഇത് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ 5 മൂവ്സ് കൂടി കംപ്ലീറ്റ് ആയി. സോ അപ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മൾ എങ്ങനെ ട്രേഡ് എടുക്കേണ്ടതാണ്. നിങ്ങൾ ട്രേഡ് എടുക്കേണ്ടത് അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഇൻ കേസ് പ്രൈസ് ഡയറക്റ്റ്ലി ഗ്യാപ്പ് ഡൗൺ ആയെങ്കിൽ ഒന്നും ചെയ്യാൻ നിൽക്കേണ്ട, അവിടെ വെയിറ്റ് ചെയ്യുക. നമ്മുടെ സപ്പോർട്ടിൽ വരുന്നത് അവിടെ വെയിറ്റ് ചെയ്യുക. സപ്പോസ് ഇവിടെ ഡബിൾ ബോട്ടം ആണോ, അല്ലെങ്കിൽ ഇവിടെയാണ് ഡബിൾ ബോട്ടം ആണെങ്കിൽ പിന്നെ ഡയറക്റ്റ്ലി മുകളിൽ കയറാൻ ചാൻസസ് കുറവാണ്. കാരണം എന്ന് വെച്ചാൽ ഈ ബ്ലാക്ക് ട്രെൻഡ് ലൈനെ റെസ്പെക്ട് ചെയ്യാൻ ചിലപ്പോൾ താഴേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ടാവും. സോ പ്രൈസ് എന്ത് ചെയ്യും, ഇവിടെ വരുമെങ്കിൽ വരും. ഓക്കെ, ഇവിടെ വരുമ്പോഴത്തേക്ക് നിങ്ങളുടെ സ്മോളസ്റ്റ് ടൈം ഫ്രെയിം, ഇതിനെക്കാളും സ്മോളസ്റ്റ് ടൈം 5 മിനിറ്റ്സ് ആണ് ഇപ്പോൾ ഞാൻ വെച്ചേക്കുന്നത്. ഇതിനെക്കാളും സ്മോളസ്റ്റ് ടൈം ഫ്രെയിം ഏതാണ്, അതാണ് നോക്കുക, ഏതാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്. അവിടെ നിന്ന് പ്രൈസ് ഗ്യാരൻറ്റിയാണ്, പ്രൈസ് അങ്ങനെ പോകുള്ളൂ. അത്രയും ഞാൻ പറയാനുള്ളതാണ്. ഇതിനെ കൂടുതൽ ഞാൻ എന്ത് പറയാനാണ്. പ്രൈസ് ഇതേ ഇവിടുന്ന് 1 പിന്നെ 2 വരുമ്പോൾ ഈ ലോ ബ്രേക്ക് ചെയ്യാൻ പാടില്ല. ഈ ലോ സ്മോളസ്റ്റ് ടൈം ഫ്രെയിം ബ്രേക്ക് ചെയ്യാൻ പാടില്ല. 2 പിന്നെ 3 പിന്നെ 4 പിന്നെ 5 അങ്ങനെ ഏകദേശം ഇങ്ങനെ പോകുള്ളൂ. ഈ 5 മൂവ്സ് സ്മോളസ്റ്റ് ടൈം ഫ്രെയിമിൽ ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് എന്തായി, ചാടി ജമ്പ് ചെയ്യേണ്ട, എൻറ്റേർഡ് ചെയ്യേണ്ട, താഴേക്ക് വെയിറ്റ് ചെയ്യുക. പ്രൈസ് പിന്നെ എന്തായാലും തീർച്ചയായിട്ടും പ്രൈസ് എന്ത് ചെയ്യും, A, B or C ഇവിടെ എവിടെയെങ്കിലും തീരും. ആ ഒരു സിറ്റുവേഷനിൽ ഇത് ബ്രേക്ക് ചെയ്യാൻ ചാൻസസ് റെയറാണ്. ഓക്കെ, സോ ഇനി വേണം നമുക്ക് എൻട്രി എടുക്കാൻ. എന്തായാലും പ്രൈസ് ഈ 5th അത്ര ലോങ് ആയാലും, സപ്പോസ് 5th ലോങ് ആയി, ആ ഒരു സിറ്റുവേഷനിൽ പ്രൈസ് ABC ആയിട്ട് താഴേക്ക് തന്നെ വരുള്ളൂ. ഓക്കെ, ആ ഒരു സിറ്റുവേഷനിൽ ABC ആയിട്ട് പ്രൈസ്, അപ്പോഴാണ് നമ്മുടെ എൻട്രി വരുന്നത്.
ഓക്കെ, ആ സി ഈ വരുന്ന ഈ സിയുടെ ഫോളോ ഉണ്ടല്ലോ, മാക്സിമം 81, ഈ ഫുൾ റാലി പോയേക്കുന്ന 81.2. പ്രൈസ് എപ്പോഴും ഇങ്ങനെ തന്നെ 81.20% ടച്ച് ചെയ്തിട്ടേ മുകളിലേക്ക് പോകുള്ളൂ. ഇവിടെ വന്ന 81.20% പ്രൈസ് വരണം, വന്നിട്ട് പിന്നെ ഇവിടുന്ന് ഇത് ഫുള്ള്, ദാറ്റ് മീൻസ് ഇതിൻ്റെ ബിഗർ ടൈം ഫ്രെയിമിൽ 1 ആയി, പിന്നെ 2 ആയി ആൻഡ് തേർഡിലേക്ക് എൻട്രി ഇടാം. അപ്പോൾ വേണം നമുക്ക് എൻട്രി എടുക്കാൻ. ഓക്കെ, ശ്രദ്ധിക്കുക, ഇങ്ങനെ വേണം പ്ലേ ചെയ്യാൻ. ഐ ഹോപ്പ് എന്തെങ്കിലും ഇതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടാവും, ഇത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും. സോ എല്ലാവരും ഇതുപോലെ ഇങ്ങനെ പ്ലേ ചെയ്യാം, ഇതുപോലെ തന്നെ വേണം മൺഡേ എന്തെങ്കിലും നോക്കാൻ. ഓക്കെ, സോ ഇതിനകത്ത് ഇനി വേറെ ഒന്നും പറയാനില്ല എനിക്ക്. ഇത് ഐ തിങ്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടമായിട്ടുണ്ടാവും, എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാവും. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കണ്ട. പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഈ ഒരു പ്രൈസ് പോയിട്ടുണ്ടല്ലോ, സോ ഞാൻ പറഞ്ഞ ABC ഇവിടെ തീരാനുള്ള ചാൻസസ് ഉണ്ട്. ഇവിടെ സി തീരുവാണെങ്കിൽ, ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ, സി ഇവിടെ തീരുവാണെങ്കിൽ ഒരു കൺഫർമേഷൻ കൂടി നമുക്ക് കിട്ടാനാണെങ്കിൽ എങ്ങനെ ചെയ്യാമെന്നറിയാമോ? സോ സപ്പോസ് ഇവിടെ സി തീർന്നു, ഇവിടെ നമ്മൾ ബുള്ളിഷ് എക്സ്പെക്ട് ചെയ്യുന്നിടത്ത് എന്ത് ചെയ്യുക, പ്രൈസ് റിവേഴ്സൽ എടുക്കുമ്പോഴത്തേക്ക് ആദ്യം നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ഇത് ഫിബനാച്ചി ഇങ്ങനെ വെക്കണം. സോ 81.20% തൊട്ടടുത്ത് വരുന്നുണ്ട്. ഏതാ? ഈ ലെഗിൻ്റെ 81.20%. ഓക്കെ, സോ ഇത് ഇവിടെ ഒരു ഡബിൾ സോണാണ് ഇവിടെ കിടക്കുന്നത്. സോ അതാണ് ശ്രദ്ധിക്കാനുള്ളത്. ഡബിൾ സോണാണ്. ദാറ്റ് മീൻസ് ഇവിടേക്ക് ഈ ഏരിയയിൽ വന്ന് പ്രൈസ് തിരിച്ചിട്ടുണ്ടെങ്കിൽ ഡബിൾ കൺഫർമേഷൻ കിട്ടാനുള്ള ചാൻസസ് ആണ് അവിടെ. സോ ആ ഒരു സിറ്റുവേഷനിൽ ലോ തന്നെയാണ് എസ് എൽ. ദാറ്റ് മീൻസ് എൻ്റെ എസ് എൽ എന്തായിരിക്കും, ഇതിൻ്റെ ബിലോ പോകില്ല. 15 minutes ടൈം ഫ്രെയിം 26,170, ഇതിൻ്റെ ബിലോ പോകാൻ പാടില്ല. അങ്ങനെയാണ്. ഇതിൻ്റെ ബിലോ പോവുകയാണെങ്കിൽ സംതിങ് വീക്ക്നെസ് ആണ്, പ്രൈസ് പിന്നെ ഫുള്ള് ഡൗൺ സൈഡ് ആയിരിക്കും. ഇവിടെ നിന്ന് പിന്നെ ബൗൺസർ ഉണ്ട്, പിന്നെ ചിലപ്പോൾ തിരിച്ച് എന്താ ചെയ്യുക, എങ്ങനെയാണ് പ്രൈസ് സപ്പോർട്ട് ഇവിടെ നിന്ന് വന്നു സപ്പോർട്ട് എടുക്കുന്നു, തിരിച്ച് കയറുന്നതിനടുത്ത് പ്രൈസ് പിന്നെ മുകളിലേക്ക് പോകുമ്പോഴത്തേക്കും തിരിച്ച് ഇൻ കേസ് വന്നാൽ ഈ ലോ പിന്നെ ബ്രേക്ക് ചെയ്യാനേ പാടില്ല. ഈ ലോ പിന്നെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ പിന്നെ ഈ ലോ എന്തായാലും സേഫ് അല്ല, പിന്നെ താഴേക്ക് പ്ലേ ചെയ്തോ. മനസ്സിലായോ? അത്രയ്ക്ക് ഞാൻ എക്സ്പ്ലനേഷൻ കൊടുത്തു. ഇങ്ങനെ കാൽക്കുലേഷൻ ആരും തരാൻ പോണില്ല കേട്ടോ. ഞാൻ എക്സ്പ്ലനേഷൻ എനിക്ക് കൂടുതൽ തന്നെ ഇഷ്ടമാണെന്ന് വെച്ചാൽ നിങ്ങൾ പഠിക്കുക, എല്ലാവരും കൂടി ഇലക്ട്രിക് വ്യൂ തിയറി മസ്റ്റായിട്ട് പഠിക്കുക. ഞാൻ ഉണ്ടാക്കിയതല്ല, ഉണ്ടാക്കിയ ആളുകളൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കും, അല്ലെങ്കിൽ ഗൂഗിൾ സെർച്ച് ചെയ്തോ. ബട്ട് യെസ്, ഒത്തിരി ബെറ്റർ ആയിട്ട് ഇത് എക്സ്പ്ലനേഷൻ, ഇതൊരു ഡീപ്പായിട്ട്, ഇത്രയും അസലായിട്ട് നമുക്ക് തോന്നും. മീൻസ് നല്ലൊരു പ്യൂരിറ്റി, നല്ലൊരു ക്ലാരിറ്റി ഇതിനകത്ത് കിട്ടും, ഈവൻ സ്മോളർ ടൈം ഫ്രെയിമിൽ. അതാണ്. ഓക്കെ, സോ അത്രേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. ഇതിനകത്ത് ബാനിഫ്റ്റി പോകാം. വീഡിയോയിൽ വേറെയൊക്കെ കുറേ പറയാനുണ്ട്, അതിന് ട്രെൻഡ് ലൈൻ ബേസ്ഡ് ഞാൻ ആലോചിച്ചത്. പക്ഷേ ഇപ്പോൾ തന്നെ വീഡിയോ അത്രയ്ക്ക് ലോങ് ആയി, ഇനി എന്തായാലും എനിക്ക് സമയം അത് ഞാൻ സ്പെൻഡ് ചെയ്യില്ല. ഇത് നോക്കുവാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ലീവ് വേഗം 1 2 3 4 5 ഫിഫ്ത്ത് ഓൺ ഗോയിങ് ആണ്. ഇനി ഈ ഒരു ലെഗ് മാത്രമേ പിടിക്കാവുള്ളൂ, ഇത് ഇവിടുന്ന് പോയ ലെഗ്. ഇത് 1 ആണ്, ഇത് ഐ തിങ്ക് ABC 2 ആയി. സോ സ്റ്റിൽ 3 ഇതിനകത്ത് കാണുന്നുണ്ട് മേ ബി. സോ പ്രൈസ് ബാങ്ക് നിഫ്റ്റിയിൽ സ്റ്റിൽ ബുളിഷ്നെസ് ഉണ്ട്, ഇല്ല എന്നല്ല. ബാങ്ക് നിഫ്റ്റിയിൽ സ്റ്റിൽ ബുളിഷ്നെസ് ഉണ്ട്, ബട്ട് ടഫായിരിക്കും. ഇത് ഇവിടെ നിന്ന് ഇനി പിടിക്കാനുള്ളതാണ്. 1 ABC ആയിട്ട് താഴേക്ക് 2 and 3. ഇതിൻ്റെ തേർഡ് ഉണ്ടല്ലോ, ഈ തേർഡിൽ എല്ലാവരും വിചാരിക്കും തേർഡ് ഭയങ്കര ബുള്ളിഷ് ആയിരിക്കും. ഇതിൻ്റെ തേർഡ് ഒത്തിരി ബുള്ളിഷ് ആവാറില്ല. ഓക്കെ, സോ 31.20%. ഈ സിനാരിയോയിൽ തേർഡ് നമുക്ക് അപ്കമിങ് ടൈമിൽ പഠിക്കാൻ പറ്റുള്ളൂ, ഈസി അല്ല. 50%, 61.80% മാത്രമേ ഇതിൻ്റെ തേർഡ് ഞാൻ കാണുന്നുള്ളൂ. പോകാം. ബുള്ളിഷാണ് സ്ട്രക്ചർ, ബിയറിഷ് അല്ല. ബിയറിഷിൻ്റെ ഒരു സൈനും തരുന്നില്ല. ഓക്കെ, ബട്ട് ഇതിൻ്റെ ഇപ്പോൾ പോയേക്കുന്ന ഈ ഒരു സ്മോളസ്റ്റ് 1 2 3 4 ആയിട്ട് ഇതിൻ്റെ സ്മോളിലാണ് ഞാൻ ഇപ്പോൾ കാണുന്നത്. മനസ്സിലാക്കിയെടുക്കുക. ഇത് പ്രൈസ് ഇങ്ങനെ ഇവിടുന്ന് 1 2 3 4 5 ഇത് ഫിഫ്ത്ത് ആണെന്ന് എടുക്കുന്നത്. ഫിഫ്ത്തിൻ്റെ ഈ ഫിഫ്ത്ത് എക്സ്റ്റൻഷനിലാണെങ്കിൽ നമുക്ക് ഇനി നോക്കാനുള്ളത് എന്താണ്, ഇവിടുന്ന് ഈ ഡോജി കാൻഡിൽ റെഡ് കളർ കാൻഡിലുണ്ടല്ലോ, റെഡ് ആൻഡ് ഗ്രീൻ, ഈ ഗ്രീൻ ഇവിടുന്ന് പിടിക്കുക. ഫിഫ്ത്ത് ഇവിടുന്നാണ് സ്റ്റാർട്ടായത്. സോ ഫിഫ്ത്ത് ഇവിടുന്ന് സ്റ്റാർട്ടായിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുക, നമുക്ക് ഇവിടുന്ന് നോക്കാനുള്ളത് പ്രൈസ് ഇവിടുന്ന് 1 2 3 4 5 ഇവിടെ കംപ്ലീറ്റ്. ദാറ്റ് മീൻസ് ഇതിൻ്റെ സ്മോളസ്റ്റ് ടൈം ഫ്രെയിമിൽ 1 കംപ്ലീറ്റ് ആയി, ABC ആയിട്ട് താഴേക്ക് വരണം കംപ്ലീറ്റ് ആയി, 2 കംപ്ലീറ്റ് ആയി. ദാറ്റ് മീൻസ് ഇത് 1 ഫിഫ്ത്തിൻ്റെ 1. സോ 1 ഇത് 2 കംപ്ലീറ്റ് ആയി. ഇപ്പോൾ 3 ആണ്. 3യിൽ എത്ര മൂവ്സ് ഉണ്ടാകും? 5. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ബട്ട് സ്മോൾ ടൈം ഫ്രെയിമിൽ അങ്ങനെ റെഡി ചെയ്യാൻ പറ്റുള്ളൂ. ശ്രദ്ധിക്കുക, ടൈം എടുക്കും, നോ പ്രോബ്ലം, മനസ്സിലാക്കണം. 3യിൽ എത്ര മിനിമം 5 മൂവ്സ് ഉണ്ടാവും,
ബാക്കി എക്സ്റ്റൻഷനിൽ പോയാൽ മൂവ്സ് ഇത്തിരി ഉണ്ടാവും, അതെല്ലാം നമ്മൾ പിന്നെ പഠിക്കാവുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ബേസിക് മാത്രം ഇപ്പോൾ പഠിച്ചാൽ മതി. എക്സ്റ്റൻഷൻ ഞാൻ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ കൂടും, അതുകൊണ്ടാണ് എക്സ്റ്റൻഷൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ല. സോ 1 2 3 ഇത് 4 എന്തായിരിക്കും? കൺസൾട്ടേഷൻ ആയിരിക്കും നടക്കുന്നു. കണ്ട അത് 333 കറക്ഷൻ്റെ പോലെ തന്നെ 4 മാക്സിമം 50%, 333 ആണെങ്കിൽ 61.80% പോകാവുള്ളൂ. ഈ സ്മോളസ്റ്റ് ടൈം ഫ്രെയിമിൻ്റെ ഇപ്പോൾ ഞാൻ പറഞ്ഞത് കേട്ടോ. സോ 50% ആൻഡ് 61.80% കണ്ട മാക്സിമം ഇത്രേ പോവുള്ളൂ. 4 അങ്ങനെയാണ്. ബട്ട് സം ടൈം റെയർ കേസസിൽ ഇങ്ങനെ ഈ 2 ഡേ ലോ ബ്രേക്ക് ചെയ്യാനില്ല, അങ്ങനെയൊക്കെയാണ് കണ്ടീഷൻസ്. ബട്ട് അതൊക്കെ കൺഫ്യൂഷൻ കൂടും. സോ ഇപ്പോൾ ജസ്റ്റ് കൗണ്ടിങ്ങിന് വേണ്ടി എന്താ ചെയ്യുക? ഇത് 1 ആയി, ഇത് 2 ആയി, 3 ആയി, ഇനി 4th കമ്പ്യൂട്ടർ പ്രൈസ് 5th പോകും. അത് 5th ആസ് പെർ മീ 38.0 മിനിമം ആൻഡ് 61.80% എന്തായാലും വരേണ്ടതാണ്. ഓക്കെ, ഞാൻ കാണുന്നത് 61.80% ആണ് ഇത്. ബട്ട് ട്രാപ്പ് ചെയ്യുകയാണെങ്കിൽ ഈസി അല്ല 61.80, ബട്ട് ട്രാപ്പി ആയിട്ട് പോകുള്ളൂ. ഓക്കെ, ശ്രദ്ധിച്ച് വേണം എല്ലാം പ്ലേ ചെയ്യാൻ. ഡിഫറെൻറ്റ് ചാർട്ട്സിൽ പല ചാർട്ട്സിൽ എന്ത് ചെയ്യുക? ക്രോസ് ചെക്ക് ചെയ്യുക. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇല്ലിറ്റ് വീത്തൂരി പല ചാർട്ട്സ് എങ്ങനെ ഫുൾ. ഇപ്പോൾ സപ്പോസ് നിങ്ങൾ ഡേ എല്ലാവരും വർക്കിംഗ് ആണ്, ഡെയിലി നിങ്ങൾക്ക് ടൈമില്ല. ഓഫ് ഈവനിങ് സമയത്ത് ഡിഫറെൻറ്റ് മാർക്കറ്റ്സ് ഉണ്ട്. ഡൗ ജോൺസ് ഉണ്ട്, നാസ്ഡാക്ക് ഉണ്ട്, നമ്മുടെ ഗോൾഡ് ഉണ്ട്, ക്രൂഡ് ഓയിലുണ്ട്, ഇഷ്ടംപോലെ മാർക്കറ്റ്സ്, ഇഷ്ടംപോലെ ഈവനിങ്ങിൽ ലൈവ് ചാർട്ട്സ് ഉണ്ട്. അവിടെ ക്രോസ് ചെക്ക് ചെയ്യണം. ഞാനൊക്കെ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ സപ്പോസ് നമുക്ക് ഡെയിലി ലേണിംഗ് മസ്റ്റാണ്. ഇപ്പോൾ ഡെയിലി നമുക്ക് ചാൻസ് കിട്ടാറില്ല ഡെയിലി നമ്മൾ ചാർട്ട് റീഡ് ചെയ്യാനും ലൈവ് മാർക്കറ്റിൽ പ്രാക്ടീസ് ചെയ്യാൻ. സോ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി വൈകിട്ട് ഈവനിങ് ചാർട്ട്സ് ഇല്ലേ, ഇഷ്ടംപോലെ ചാർട്ട്സ് ഉണ്ടല്ലോ. ഇപ്പോഴും ഞാൻ പണ്ടേ ഞാൻ ചെയ്യുമായിരുന്നു, ഇപ്പോഴും ഞാൻ അങ്ങനെ ചെയ്യും. പല മാർക്കറ്റ്സും അവിടെ ഞാൻ വേറെ എവിടെയെങ്കിലും ട്രേഡ് ചെയ്യാറില്ല. കാരണം വെച്ചാൽ അത്രയ്ക്ക് ട്രേഡേഴ്സ് ശരിക്കും പണി കിട്ടും. സോ ഞാൻ ക്രോസ് ചെക്ക് ചെയ്യും, ചാർട്ട്സ് ക്രോസ് ചെയ്യും, അവിടെയും വരച്ച് വെക്കും എന്താണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്, അങ്ങനെയൊക്കെയാണ്. സോ നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ. ഭാവിയിൽ നമുക്ക് ഫ്യൂച്ചറിൽ നമുക്ക് നോക്കാം അവിടെയൊക്കെ ട്രേഡ് ചെയ്യാൻ. ഓക്കെ, ബട്ട് ഇപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ അവിടെ ലൈവ് മാർക്കറ്റിൽ നമുക്ക് ഡെയിലി നമ്മളെല്ലാവരും പകൽ എല്ലാവരും വർക്കിംഗ് ആണ്. ബട്ട് ഈവനിങ് നമുക്ക് ഫ്രീ ടൈം ഉണ്ടല്ലോ. സോ ഈവനിങ് ഇഷ്ടംപോലെ ചാർട്ട്സ് ഉണ്ട്, വർക്കിംഗ് ആണ് അവിടെ ഓൾറെഡി അവിടെ ലൈവ് മാർക്കറ്റിൽ ലൈവ് ഡിഫറെൻറ്റ് ചാർട്ട്സ് നമുക്ക് എലിയറ്റ് വേവ് എല്ലാത്തിനും ഇതുപോലെ തന്നെ വർക്ക് ചെയ്യുള്ളൂ. ക്രൂഡ് ഓയിലിൽ ലെവൽസ് മാറും, ക്രൂഡിൽ ഗോൾഡിലൊക്കെ ലെവൽസ് മാറുമെന്നല്ല, വർക്ക് ചെയ്തപോലെ തന്നെ ചെയ്യും. ബട്ട് അതിൻ്റെ റേഷ്യോസ് ഇച്ചിരി ഡിഫറെൻ്റ് ആണ്. അപ്കമിങ് ടൈമിൽ പഠിക്കുക അതൊക്കെ എല്ലാം കൂടി. ഓക്കെ, ബാങ്ക് നിഫ്റ്റി കഴിഞ്ഞു, സെൻസെക്സിൽ പോകാൻ വേഗം. സെൻസെക്സ് ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഇതെല്ലാം ഡിലീറ്റ് ചെയ്യുന്നു. ഇതിൻ്റെ ലെവൽസ് ഞാൻ വേഗം നമുക്ക് ഇനി വീഡിയോ തീർക്കാം. പ്ലീസ് എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കണ്ട പ്ലീസ്. ഓക്കെ, ഞാനിപ്പോൾ ഇതിൻ്റെ 81.20% വേഗം ഫാസ്റ്റ് മാർക്ക് ചെയ്ത് വയ്ക്കാം. ഓക്കെ, ഇവിടുന്ന് 81.20%. എല്ലാവരും ലൈക്ക് ചെയ്യുക കേട്ടോ. പിന്നെ മാക്സിമം ചാൻസസ് പ്ലീസ് എല്ലാവരും പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവരും കൂടി ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക വീഡിയോയിൽ. ഓക്കെ, ഇത് സെയിം അതുപോലെ തന്നെയാണ്. ഞാൻ ഇത് റീഡ് ചെയ്യണം ABC ആൻഡ് മസ്റ്റാണ് 0 to B-Day ട്രെൻഡ് ലൈൻ മറിച്ച് വെക്കണം. ഓക്കെ, എപ്പോഴും അത് മസ്റ്റാണ്. പിന്നെ ഇത് ക്ലോൺ എടുക്കുക, ഇത് താഴെ വെക്കുക. ഞാൻ ഇതൊക്കെ എന്താ ചെയ്യണത്, ഇതിൻ്റെ ഫുൾ വീഡിയോ ഓൾറെഡി എൻ്റെ ചാനലിനകത്തിൻ്റെ പ്ലേലിസ്റ്റിൽ പോവുകയാണെങ്കിൽ അവിടെ ഫുൾ ABCയുടെ ഫുൾ വീഡിയോ ഉണ്ട്. എന്താണ് ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്യുന്നത് അതൊക്കെ എല്ലാം അറിയാൻ പറ്റും. ഓക്കെ, സോ ഇനി നമുക്ക് റീഡ് ചെയ്യാനുള്ളത് നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ടർ 1 2 3 എക്സ്റ്റൻഷനിലാണ്. ഐ തിങ്ക് ഇതിൻ്റെ 3 എക്സ്റ്റൻഷനാണ്. ഐ തിങ്ക് ഓൺ ഗോയിങ് ആണ്. ഇതിനകത്ത് വീക്ക്നെസ് ഒന്നുമില്ല, ഇതിൻ്റെ ബിലോ മാത്രമേ വീക്ക്നെസ് ഉള്ളൂ. ബുള്ളിഷ്നെസ് ഇതിൻ്റെ അബവ്. ഓക്കെ, സോ വീക്ക്നെസ് ഒന്നും കാണത്തില്ല. ഇത് കൺസോളിഡേഷൻ ടു അപ്സൈഡ് തന്നെയാണ് ഇപ്പോൾ ഇതിനകത്ത് കാണുന്നുള്ളൂ എനിക്ക് നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ടറിൽ. ഓക്കെ, ഇൻ കേസ് വീക്ക്നെസ് ആണെങ്കിൽ ഇതിൻ്റെ ബിലോ മാത്രമേ എന്തെങ്കിലും ഒരു വീക്ക്നെസ് കിട്ടുകയുള്ളൂ. അല്ലാണ്ട് ഒത്തിരി ക്രാഷ് സൈൻ ഇപ്പോൾ ഇതിനകത്ത് കാണുന്നില്ല. ഓക്കെ, സോ സീ യു നെക്സ്റ്റ് വീഡിയോ. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കണം. താങ്ക് യു സോ മച്ച്.